ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സ്റ്റഡി സ്ട്രാറ്റജീസ് എങ്ങനെയാണ് നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് സെറ്റ് എക്സാമിനെ കുറിച്ച്, അതായത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ വേണം. എന്താണ് എക്സാം, എങ്ങനെയാണ് പേപ്പറുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കത് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തു പോകും. അതിനുശേഷം നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ സെറ്റ് എക്സാം ട്വൈസ് ഇൻ എ ഇയർ ആണ് നടത്താറ്. അതായത് ആദ്യത്തെ സെക്ഷൻ വരിക ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നെ രണ്ടാമത്തെ എക്സാം നടത്തുക ജൂൺ ജൂലൈ സെക്ഷനിലായിരിക്കും. അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം ഈ പറഞ്ഞ സെറ്റ് എക്സാം നടത്താറുണ്ട്. ഇനി എലിജിബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, PGയും BEdും ആണ് വേണ്ടത്. പക്ഷേ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അവർക്ക് 1 ഇയറിനുള്ളിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റണം. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. ലാസ്റ്റ് ഇയേഴ്സിനും പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സെറ്റ് 2016 മുതലുള്ള സിലബസാണ്. 16 മുതലാണ് നമ്മൾ ഈ സെയിം സിലബസ് ഫോളോ ചെയ്തു പോവുകയാണ്. അപ്പോൾ 2016 മുതലുള്ള PYQ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. 2016 തൊട്ട് ഇപ്പോൾ ലാസ്റ്റ് നടന്ന 2025 ജനുവരിയിൽ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കാരണം കൂടുതലും ഒരു 10-20 മാർക്കിന് എങ്ങനെയാണേലും PYQ തന്നെയായിരിക്കും ചോദിക്കുക. സോ PYQ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. PYQ പ്രാക്ടീസ് ചെയ്യുമ്പം ചില ഏരിയകൾ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ ഏരിയ ഒന്നും കൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോസിലും ആ ഒരു മേജർ ഏരിയകളുണ്ടല്ലോ, അത് നന്നായി ടച്ച് ചെയ്ത് പോകുന്നതായിരിക്കും, കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അതുപോലെ PYQs എല്ലാം തന്നെ നമ്മൾ വീഡിയോസിലൂടെ എടുത്തു തീർക്കും. ഇനി സിലബസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് LBSൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോഴും ശ്രദ്ധിക്കുക, 2016 സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ 2016 തൊട്ടുള്ള 16 മുതൽ ഈ 2025 വരെ ഇതേ സെയിം സിലബസ് തന്നെയാണ് സെറ്റ് ഫോളോ ചെയ്യുന്നത്. ഇനി പേപ്പറിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അതായത് പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്. അതായത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മളെ BEdന് പഠിച്ചിട്ടുണ്ടല്ലോ, ഫിലോസഫി, സോഷ്യോളജി, ആ ഒരു ഏരിയ തന്നെയാണ് പേപ്പർ 1 വരുന്നത്. അപ്പോൾ അത് ഏകദേശം 2 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക. 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതമാണ്. അങ്ങനെ 120 മാർക്കിനായിരിക്കും പേപ്പർ 1ൻ്റെ എക്സാം നടത്തുക. ഇനി പേപ്പർ 2ൻ്റെ എക്സാമിലേക്ക് കിടക്കുകയാണെങ്കിൽ അത് സബ്ജക്റ്റ് പേപ്പറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 hours എക്സാമാണ്. 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 120 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം. ഇനി അടുത്തത് നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 120 + 120 240 ക്വസ്റ്റ്യനാണ്. അതായത് 240 മാർക്ക്. കാരണം ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതമാണ്. ഇനി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് പാസ് പെർസെൻറ്റേജും പാസ് മാർക്കും. രണ്ടും വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഓരോ പേപ്പറിനും, അതായത് പേപ്പർ 1നും പേപ്പർ 2നും സെപ്പറേറ്റ് ആയിട്ട് 40% മാർക്ക് ഉണ്ടായിരിക്കണമെന്നാണ്. 40% മാർക്ക് എന്ന് പറയുന്നത് 48 മാർക്ക് വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു പേപ്പറിന് 120 മാർക്കാണല്ലോ. അപ്പോൾ 120ൻ്റെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മാർക്കാണ്. അതുകൊണ്ടാണ് 40% പാസ് പെർസെൻറ്റേജ് എന്ന് പറയും. അതായത് 48 മാർക്കാണത്. അപ്പോൾ പേപ്പർ 1ന് 48 മാർക്ക് വേണം, പേപ്പർ 2നും 48 മാർക്ക് വേണം. പിന്നെ വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട് ക്വാളിഫൈഡ് ആവാൻ. അത് 2 പേപ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതായത് 240 മാർക്കിൽ 2 പേപ്പർ, അതായത് പേപ്പർ 1ൻ്റെ 120 മാർക്കും പേപ്പർ 2ൻ്റെ 120 മാർക്കും കൂടെ കൂട്ടുമ്പോൾ 240 മാർക്കിൽ 48% വേണം. അതായത് 48/100, അതായത് 115 പോയിൻറ്റ് സംതിങ് കിട്ടും. അതായത് 116 മാർക്ക് വേണമെന്നർത്ഥം. അപ്പോൾ 2 പേപ്പറും കൂടെ കൂട്ടുമ്പോൾ 116 മാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്വാളിഫൈഡ് ആവുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് സിലബസിലേക്ക് കിടക്കുകയാണെങ്കിൽ പേപ്പർ 1 അറിയാലോ, ജനറൽ നോളേജും ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്.
പേപ്പർ 2 എന്ന് പറയുന്നത് സിലബസ് ആണ്. ഇത് LBSന്റെ സൈറ്റിലെ സിലബസ് ഇതാ, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സിലബസ് 2016 നമ്മൾ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സിലബസിൻ്റെ 2ാമത്തെ പേജാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പേപ്പർ 1നെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ പേപ്പറാണിത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2025 ജനുവരിയിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ഏകദേശം മോഡൽ നോക്കുകയാണെങ്കിൽ രാവിലെ 10 മണി തൊട്ട് 12 മണി വരെ നമ്മുടെ പേപ്പർ 1 ആണ്. പേപ്പർ 1 എന്ന് പറയുന്ന 120 ക്വസ്റ്റ്യൻസ് ആണല്ലോ. അതിൽ 1 തൊട്ട് 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് ജനറൽ നോളേജും കറണ്ട് അഫയേഴ്സും ഉൾക്കൊള്ളുന്നതായിരുന്നു. അതുപോലെ തന്നെ 60 തൊട്ട് 120 വരെയുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് ടീച്ചിങ് ഏരിയ, സൈക്കോളജി, ഫിലോസഫി അങ്ങനത്തെ ഏരിയകളായിരുന്നു. അപ്പോൾ ഏകദേശം പേപ്പർ 1നെ കുറിച്ചുള്ള എക്സാമിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി പേപ്പർ 2ലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് പേപ്പറാണ്. സബ്ജക്റ്റ് പേപ്പർ ഇതാ 1 തുടങ്ങി 35 വരെയുള്ള സബ്ജക്റ്റ് പേപ്പറുകളുണ്ട്. അതിന് സമയം കൊടുത്തിരുന്നത് 2 മണി തൊട്ട് 4 മണി വരെയാണ്. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതം വരാം. അതായത് 120 മാർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 48 മാർക്ക് ഈ പേപ്പറിനും വേണം, ഈ പേപ്പറിനും വേണം 48 മാർക്ക്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 116 മാർക്കും കിട്ടണം, എന്നാലേ ക്വാളിഫൈഡ് ആവുള്ളൂ. ഇനി നമ്മൾ ഈ പേപ്പർ 1 ജനറൽ നോളേജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. ഈ ജനറൽ നോളേജ് വരുന്നത് 1 തൊട്ട് 60 ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. അതിനകത്ത് GKയും കറണ്ട് അഫയേഴ്സും ആണുള്ളത്. അതായത് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ഈ 3 യൂണിറ്റ് കൂടുന്നതാണ് നമ്മുടെ ജനറൽ നോളജിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് യൂണിറ്റ് 1 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസാണ്. ഈ ജനറൽ സ്റ്റഡീസിനകത്ത് ഈ ജനറൽ സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്. ഈ രണ്ടും നമ്മുടെ SCERTയുടെ 10th വരെയുള്ള ടെക്സ്റ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസിൻ്റെയും കേരള സ്റ്റഡീസിൻ്റെയും പേപ്പറുണ്ട്, അതായത് മൊഡ്യൂളുണ്ട്. അത് രണ്ടും ഏകദേശം ഒരു PSC ലെവലാണ്. അത്രയും അങ്ങ് ഡിഫിക്കൾട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത്യാവശ്യം ഈസി ആയിട്ടൊക്കെ തന്നെ വരുള്ളൂ. പക്ഷേ ഏകദേശം പത്രമൊക്കെ വായിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ഇതൊക്കെ നമ്മൾ PSCയിലുണ്ട്, സിലബസ് ആണത്. അപ്പം ഏകദേശം അതൊക്കെ അറിയാവുന്നവർക്ക് എളുപ്പമായിരിക്കും. പിന്നെ പത്രം വായിച്ചാലും കിട്ടും കേട്ടോ. പിന്നെ യൂണിറ്റ് 2ലേക്ക് പോകുമ്പോൾ ലാംഗ്വേജ് ആൻഡ് റീസണിങ് ആണ്. ഇംഗ്ലീഷുണ്ട്, ഗ്രാമറും ഉണ്ട്, വൊക്കാബുലറി ഏരിയകളുണ്ട്, പിന്നെ റീസണിങ്, മാത്തമാറ്റിക്കൽ ഏരിയകളുണ്ട്. ഇംഗ്ലീഷും മാത്സും അത്യാവശ്യം ചെറുതായിട്ടൊന്ന് നോക്കി വയ്ക്കുക. അതുപോലെ റീസണിങ്ങിൻ്റെ ഏരിയ ആയ ക്ലോക്ക്, കലണ്ടർ ഇതൊക്കെ അത് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് പൊതുവെ വരലുണ്ട്. ക്ലോക്കിൻ്റെ ചില ഏരിയകളൊക്കെ വരലുണ്ട്, കലണ്ടറിലെ ചില ക്വസ്റ്റ്യൻസൊക്കെ വരലുണ്ട്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി ഒരു അടുത്ത ഏരിയ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫയേഴ്സ് ആണ്. യൂണിറ്റ് 3ലെ കറണ്ട് അഫയേഴ്സ്. ഈ കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ 2025 ജൂൺ ജൂലൈ മാസത്തിലെ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2025 ആദ്യത്തെ 6 മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നോക്കുക. എക്സാമിന് 1 മന്ത് മുന്നത്തെ ഉള്ളത് വിട്ടേക്കുക, ബാക്കിയുള്ളത് പഠിക്കുക. 2024 പഠിക്കണം, 2023 ചില ഏരിയകൾ. ഈ ചില ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ അവാർഡ്സിൻ്റെ ചിലതൊക്കെ ഉണ്ടല്ലോ, അവാർഡ്സിൻ്റെ സെക്ഷൻസ്, പിന്നെ അങ്ങനെ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ചില ഏരിയകൾ മാത്രം പഠിച്ചാൽ മതി. അത് നമ്മൾ തുടർന്നുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു പറഞ്ഞ ഈ ജനറൽ നോളജ് ഏരിയയിൽ ഈ ഒരു കുറച്ച് ടോപ്പിക്കുകളുണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഏരിയകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസുകൾ പത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിനെ കുറിച്ചും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഒരു 2-3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ചോ എന്താണേലും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, ബേർഡ് സാഞ്ചുറീസ്. ഇത് രണ്ടിൽ നിന്നും ചോദിക്കലുണ്ട്. അപ്പോൾ ഇത് 2-3 ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഈ തട്ടേക്കാടോ മറ്റുമൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ.
അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ RTE ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇയർ പാസ്സായത്, പിന്നെ ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും കറണ്ട് അഫെയർസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അവാർഡ്സിൻ്റെ സെക്ഷൻ, അവാർഡ്സൊക്കെ എന്താണെങ്കിലും ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് നോക്കി പോവുക. സ്പോർട്സിൻ്റെ ഏരിയ അതൊക്കെ നോക്കി പോവുക. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പേപ്പർ 1-ലെ ആദ്യത്തെ 60 ക്വസ്റ്റ്യൻ. ആദ്യത്തെ 60 ക്വസ്റ്റ്യൻ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആദ്യത്തെ അവസാനത്തെ ഒരു ഏകദേശം ഒരു 60 ക്വസ്റ്റ്യൻ അടുത്ത് ക്വസ്റ്റ്യൻസ് എന്താണേലും ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് എന്താണേലും നമുക്ക് ഉറപ്പിക്കാം. ഇനി അടുത്തത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. യൂണിറ്റ് 4 തൊട്ട് അങ്ങോട്ടേക്കാണ് ഈ പറഞ്ഞ നമ്മുടെ BEd ഏരിയകൾ വരുന്നത്. BEd ഏരിയയിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഫിലോസഫിയാണ്. ഫിലോസഫി നമുക്കറിയാം, ഈസ്റ്റിലുള്ളത്, വെസ്റ്റിലുള്ളത്, പിന്നെ അടുത്തത് എമിനൻ്റ് തിങ്കേഴ്സ്, പിന്നെ വാല്യൂ എഡ്യൂക്കേഷൻ എന്താണ്, പിന്നെ കുറച്ച് സോഷ്യോളജീൻ്റെ ഏരിയകൾ. അതിനകത്ത് ഈ ചില ഏരിയകൾ കുറച്ച് മോസ്റ്റ് റിപ്പീറ്റിംഗ് ആണ്. അതിനകത്ത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ളതാണ് ഈ അക്കൾച്ചറേഷൻ, പിന്നെ കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഇനേർഷ്യ, കൾച്ചറൽ ഡിഫ്യൂഷൻ. ഇതൊക്കെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ കുറച്ച് സോഷ്യൽ മൊബിലിറ്റി, ഇതൊക്കെ എപ്പോഴും ചോദിക്കലുണ്ട്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഈസിയാണ്. അതൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി സൈക്കോളജിയിലേക്ക് വരുമ്പോൾ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചിരിക്കുകയും വേണം. ഈ ഒരു ഏരിയ, സൈക്കോളജീൻ്റെ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി സൈക്കോളജിയിലേക്ക് വരുമ്പോഴേക്കും പേഴ്സണാലിറ്റി, അതിൻ്റെ കുറച്ച് ലോസ് ഒക്കെ ഉണ്ട്. ഈ സ്പിയർമാൻ്റെ ഒക്കെ ഈ ഇൻ്റലിജൻസ് തിയറി ഉണ്ടല്ലോ, എപ്പോഴും ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, പിന്നെ നമ്മുടെ പിയാഷെ, വൈഗോട്സ്, ഇവരുടെയൊക്കെ ഡെവലപ്മെൻറ്റ് തിയറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി നമ്മളെ അടുത്ത മൊഡ്യൂളിൽ കാണിക്കുന്നത് റിപ്പോർട്ട്സ് ആൻഡ് പോളിസീസ്. അത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലും പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലും എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. NEP, നമ്മുടെ ലാസ്റ്റ് വന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അതിൽ നിന്നൊക്കെ എന്താണെങ്കിലും ക്വസ്റ്റ്യൻ വരും കേട്ടോ. കാരണം നമ്മുടെ കറണ്ട് അഫെയർസിലും വരുന്നുണ്ട്, നമുക്ക് പഠിക്കാനുള്ള ഹിസ്റ്ററി ആൻഡ് പോളിസിയിലും വരുന്നുണ്ട്. ഇനി അടുത്തത് പ്രോഗ്രാംസ്. ചില പ്രോഗ്രാംസ് ഉണ്ടല്ലോ, SSC ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എന്താണേലും നോക്കി പോവാം. RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അത് പാസ്സായ ഇയറും വർഷമൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, UGC അടക്കം വരുന്ന ഏരിയ, NCERT, SCERT നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അടുത്തത് നമ്മുടെ കുറച്ച് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇവാലുവേഷൻ. ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൽ ആപ്റ്റിറ്റ്യൂഡാണിത്, നോക്കി വെക്കണം. മെത്തേഡ്സ് ആൻഡ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം BEdന് പ്രിപ്പയർ ചെയ്തവരും പഠിച്ചവർക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയയേ ഉള്ളൂ. പിന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലേണിംഗ് തിയറീസാണ്. അത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഉണ്ടാവുകയില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ലേണിംഗ് തിയറീസ്. മോട്ടിവേഷൻ എന്ന് പറയുന്ന ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് ലേണിംഗ് എൻവിറോൺമെൻറ്റ്, പഠിക്കുക. ലേണിംഗ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിസബിലിറ്റീസ് എന്താണേലും പഠിച്ചിരിക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഇവാലുവേഷൻ ഏരിയ വരുമ്പോൾ ഇത്രയും ടേംസുകളുണ്ട്, ഇതെല്ലാം പഠിച്ചു വെക്കുക. ടൂൾസ് ആൻഡ് ടെക്നിക്സ്, CCE, ഫോർമൽ, ഇൻഫോർമൽ, ഗ്രേഡിങ്ങുകൾ, പല വിധത്തിലുള്ള ഗ്രേഡിംഗ് ഉണ്ടല്ലോ, ഒക്കെ ഒന്ന് നോക്കി വെക്കുക. കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നത് അടുത്ത യൂണിറ്റാണ്, യൂണിറ്റ് 6. അതിനകത്ത് കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു ഏരിയ ബേസിക്സ് ആണ്, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഏരിയയിലോട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ നമ്മുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്താണ്, ഇൻപുട്ട് ഡിവൈസസ് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്, സ്റ്റോറേജ് ഡിവൈസ് എന്താണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്, ഓഫീസ് ടൂൾ എന്താണ്. ഈ വരുന്ന ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ICT എനേബിൾഡ് ലേണിംഗ്, ഈ ഒരു ഏരിയ നന്നായി പഠിച്ചു വെക്കുക. ഇതിനകത്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നന്നായി വരും. ഇന്നത്തെ മൂക്കിലൊക്കെ ഉണ്ടല്ലോ, നന്നായി ചോദിക്കും. ITH സ്കൂളിൻ്റെ ഇയർ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നതെല്ലാം മോസ്റ്റ് റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും റിപ്പീറ്റിംഗ് ആണ്. ഇനി അടുത്തൊരു ഏരിയയിലേക്ക് വരുമ്പോൾ ടീച്ചിങ് ഇൻ എഡ്യൂക്കേഷൻ, ടൈപ്സ് ഓഫ് റിസർച്ചും ആക്ഷൻ റിസർച്ചുമാണ്. പിന്നെ APA സ്റ്റൈല്,
ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ബാക്കി ഏരിയാസ് ഒന്ന് നിങ്ങൾ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു പോവുക. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓൾമോസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയാസാണ് അതിനകത്ത്. ഇനി നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കടക്കുമ്പോൾ ഇതോടുകൂടി നമ്മുടെ പേപ്പർ 1 തീർന്നു. ഇനി അടുത്തത് പേപ്പർ 2 ആണ്. പേപ്പർ 2 നമുക്കറിയാം സബ്ജക്റ്റ് പേപ്പറാണ്. 1 തൊട്ട് 35 വരെയുള്ള ടോപ്പിക്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ സിലബസ് നമുക്ക് LBSൻ്റെ സൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, അത് നിങ്ങൾ നോക്കുക. സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്പെക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ സിലബസ് അത് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ നോക്കുക, പ്രിപ്പയർ ചെയ്യുക. നമ്മളിവിടെ കൂടുതലും ജനറൽ പേപ്പറിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സിലബസ് ബേസ്ഡായിരിക്കും ക്ലാസ്സുകൾ കൊണ്ടുപോവുക. ഏറ്റവും ലാസ്റ്റ് സിലബസ് കവർ ചെയ്തതിന് ശേഷം എല്ലാ PYQസും ഇയർ വൈസും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഓരോ സിലബസ് ബേസ്ഡ് ആയിരിക്കും നമ്മളപ്പോൾ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് അത് കയ്യിൽ വയ്ക്കുക. കാരണം ഏതെങ്കിലും സിലബസ് നമ്മൾ മിസ് ഔട്ട് ആവാതിരിക്കാൻ സിലബസ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ തൊട്ട് ക്ലാസ്സിൽ നന്നായിട്ട് കാണുക. നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയാസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2x സ്പീഡിലൊക്കെ ഇട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പറ്റുന്നവരെ നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. കാരണം സെറ്റിൻ്റെ സിലബസ് തന്നെയാണ് ഓൾമോസ്റ്റ് HSAക്ക് വരിക, HSSTക്ക് വരിക, പിന്നെ കേട്ടറ്റിന് CTET ഇതെല്ലാം സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാമിന് വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഇല്ലാത്ത പുതിയ ഏരിയകളുണ്ടെങ്കിൽ മാത്രം ആ ഏരിയ മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതി. നോട്ട്സ് സെപ്പറേറ്റ് എഴുതി പഠിച്ചാൽ മതി. സോ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ നോട്ട്സ് എഴുതി തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവരും നല്ല ഫോക്കസോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് വർക്ക് സ്ട്രാറ്റജീസ് ആഡ് ചെയ്യാം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.